അപ്പോൾ ഞാൻ കാനഡയിൽ വന്ന് ജോലിക്ക് കയറിയ എൻ്റെ തുടക്ക സമയം. അപ്പോൾ ഞാൻ ക്യാഷ്യറായിട്ടാണ് കയറിയത്. ഒരു കടയുടെ അതായത് നമ്മൾ ജോലി ചെയ്യുന്ന കടയുടെ സെൽഫ് ചെക്കൗട്ടിൽ ആണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കസ്റ്റമേഴ്സിന് വല്ല അസിസ്റ്റൻസ് ഒക്കെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുക. അങ്ങനെ ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോൾ ഇനി അതിൽ നമുക്ക് പോകുന്ന കസ്റ്റമേഴ്സൊക്കെ നമ്മളോട് ഓരോ ഡൗട്ടൊക്കെ ചോദിക്കും. ഇപ്പോൾ അവർ നോക്കുന്ന സാധനം കണ്ടില്ലെങ്കിൽ എവിടെയാണെന്നൊക്കെ നമ്മളോടടുത്ത് ചോദിക്കും. അങ്ങനെ അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഫോണുണ്ട്. ആ ഫോണിൽ നോക്കിയിട്ട് നമുക്ക് ലൊക്കേഷനും സാധനം ഇതൊക്കെ എവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കെ ഞാനവിടെ നിൽക്കുമ്പോൾ ഒരു സായിപ്പൂപ്പൻ വന്നു. സായിപ്പൂപ്പൻ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടൊരു പുള്ളി വന്നേച്ച് എന്നോട് ഏതാണ്ട് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പിന്നെ ഒന്നുകൂടെ പറയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ മറ്റേ IELTS എക്സാമൊക്കെ എഴുതി അത് ക്ലിയർ ചെയ്ത് പിന്നെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് പിന്നെ ഇവിടുത്തെ കമ്പനിയിലെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം അറിയണമല്ലോ അല്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു കോൺഫിഡൻസോടുകൂടിയൊക്കെ നമ്മൾ ജോലിക്ക് വന്നത്. പക്ഷേ ഈ അപ്പച്ചൻ ചോദിച്ച സാധനം മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അത് 2 വാക്യേ പറയുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചൊരു 3-4 തവണയൊക്കെ ആയപ്പോൾ ഇവർക്ക് പ്രായത്തിൻ്റെതായ ഒരു ഇതൊക്കെ വരുമല്ലോ, അവരുടെ ക്ഷമ നശിച്ചു എന്ന്. അപ്പം ഞാൻ അവസാനമായിട്ട് ഞാൻ എൻ്റെ 19ാമത്തെ അടവായിട്ട് ഞാൻ ചോദിച്ചു, "Can you spell it please?" എന്ന് ചോദിച്ചു. തീർന്നു കേസ്. ആ അപ്പച്ചൻ ഒരൊറ്റ ഷൗട്ടിങ്, "I don't want it" എന്നും പറഞ്ഞിട്ട് പുള്ളി നേരെ നടന്നു മാറിപ്പോയി. എനിക്കങ്ങോട്ട് അയ്യോ, നമുക്കൊരു സങ്കടം വരുമല്ലോ. അപ്പം എനിക്ക് പിന്നെ നമുക്കൊരു സങ്കടം മാത്രമല്ല, മറ്റേ ഒരു ഇതുണ്ടല്ലോ, ഇത് എന്നാ ഇയാൾ ചോദിച്ചേ എന്നുള്ളൊരിത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒന്ന് ചോദിക്കാം എന്തായൊക്കെ വേണ്ടതെന്ന്. അപ്പോഴാണ് പുള്ളി ഒരു വാക്യൂം ക്ലീനർ വേണമെന്നാണ് പറഞ്ഞത് എന്നോട്. ആൻഡ് പുള്ളി നിന്നതിൻ്റെ തൊട്ട് ബാക്കിൽ ആ സാധനമുണ്ട്. പക്ഷേ മനസ്സിലായില്ല, അവരുടെ ആക്സെൻറ്റിൻ്റെ ആണോ എൻ്റെ ചെവിയുടെ ആണോ എന്തുവാന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ ഇവരൊക്കെ പറയുമ്പോൾ ഞാൻ ഇച്ചിരി കുറച്ചും കൂടെ ഇങ്ങനെ ഒന്നുകൂടെ ശ്രദ്ധിച്ചൊക്കെ കേൾക്കും. അപ്പോൾ ഇതാണ്. സോ ബൈ.